ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ 25 മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. ഇതിനായി 841 കോടി രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുന്നു. സുലേഖ, കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ തരത്തിലുള്ള ഞെരുക്കങ്ങൾ, പ്രത്യേകിച്ച് GST പരിഷ്കാരത്തിലൂടെ 10,000 കോടിയുടെ നഷ്ടം കേരളത്തിന് മാത്രം ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ ആണ് ക്ഷേമ പെൻഷനുകൾ മുടക്കാതെ തുടരുന്നത്. എന്തൊക്കെയാണ് ധനമന്ത്രി പറഞ്ഞത്? ജിംഷാദ്, തീർച്ചയായും ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ വലിയ സാമ്പത്തിക ഞെരുക്കം അത് സംസ്ഥാനത്തിന് മേലുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരെ പെൻഷൻ ഗുണഭോക്താക്കളെ ഇത്തരത്തിൽ ചേർത്ത് പിടിക്കുന്ന സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ 25 മുതൽ വിതരണം ചെയ്യാൻ തുടങ്ങുമെന്നുള്ളത് തന്നെയാണ്. ഇതിനായി 841 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭ്യമാവുക. ഇതിനായി ഇത്തരത്തിൽ 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിലാണ് തുക എത്തുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലേക്ക് എത്തി ഇത്തരത്തിൽ ഈ പെൻഷൻ തുക കൈമാറും. 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 24.21 കോടി രൂപ അത് സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 42,841 കോടി രൂപയാണ് ഈ പെൻഷൻ വിതരണത്തിനായി, ക്ഷേമ പെൻഷൻ വിതരണത്തിനായി വേണ്ടി മാത്രം ചിലവിട്ടത്. ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ വലിയ സാമ്പത്തിക ഞെരുക്കം അത് സംസ്ഥാനത്തിന് മേലുണ്ട്. ആ സാമ്പത്തിക ഞെരുക്കത്തിലും ഇത്തരത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ജിംഷാദ്, ശരി സുലേഖയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.